അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡിബിയ. ഞാൻ വരുന്നത് അമ്പഴക്കാട്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 29 മാർച്ചിലാണ്. ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഇറ്റലിക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റേക്ക് എല്ലാവർക്കും വിസ അടിക്കുന്നത് 2-3 പ്രാവശ്യമൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ അമ്മ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ വിസ അടിച്ച് തരണം. എൻ്റെ 2-3 പ്രാവശ്യം വയ്ക്കാനുള്ള പൈസയൊന്നും ഇല്ല. അപ്പം അമ്മ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ വിസ തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ്റെ കയ്യിൽ പാസ്പോർട്ട് കൊടുത്തു. ആളെനിക്ക് മെയ് 12 ചൊവ്വാഴ്ച 11:30 എനിക്ക് ഡേറ്റ് ബോംബെയിൽ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് അമ്മ തരുന്ന ഡേറ്റ് ആയിരിക്കണം. അതുപോലെ ചൊവ്വാഴ്ച തന്നെ എനിക്ക് ഡേറ്റ് തന്നു. പോവാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പം ഞാൻ എൻ്റെ ബ്രദറും കൂടിയാണ് പോകാൻ തീരുമാനിച്ചത്. ടിക്കറ്റ് 155 വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എനിക്ക് ബോംബെക്കുള്ള ടിക്കറ്റ് കൺഫേം ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. പോകുന്ന അന്ന് തിരിച്ചുള്ള ടിക്കറ്റും കൺഫേം ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ പ്രാർത്ഥിച്ച് പോയി. എനിക്കിപ്പോൾ ലാംഗ്വേജൊന്നും അറിയില്ല. അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷും അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ വരണം, അമ്മ അവിടെ സംസാരിക്കണം, എനിക്ക് ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ വിസ ലഭിക്കണം എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 എന്ന് എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു മെഴുതിരിയിൽ. അത് ഞാൻ പോയി ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പോകുന്നതിന് കുറച്ച് മുമ്പാണ് പാസ്പോർട്ട് തരുന്നത്. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അവിടെ ഓഫീസിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ആദ്യം എന്നോട് സംസാരിച്ചത് ഹിന്ദിയിലാണ്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നീടുള്ളതൊക്കെ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചത്. ഞാൻ നല്ല കോൺഫിഡൻ്റായിട്ട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ട്രെയിനിൽ വെച്ച് എൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ചു, BSFിൽ നിന്ന് നിന്നെ വിളിക്കും, അപ്പോൾ നീ ഫോൺ എടുക്കണ്ട, കാരണം ലാംഗ്വേജ് ഇല്ല, അപ്പോൾ അവർ മെയിൽ അയച്ചോളും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ അവർ ഫോൺ വിളിക്കണ്ട, ഒന്നില്ലെങ്കിൽ അവിടെ മെയിൽ അയച്ചോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വിസ തന്നാൽ മതി, അത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ചു. എൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. പിറ്റേ ദിവസം ഏജൻറ്റ് പോയിട്ട് എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചു, എൻ്റെ വിസ എനിക്ക് ലഭിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ടാണ് മറ്റുള്ളവരോടെല്ലാവരും പറഞ്ഞത്. അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, പിറ്റേ ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ എനിക്ക് ടിക്കറ്റിനായിട്ട് കൊടുക്കണമെന്ന്. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് നാളെ 1.5 ലക്ഷം രൂപ വേണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഇവിടെ ചേർത്തല എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിച്ചു, എടി പൈസ റെഡിയായി, ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ മാതാവിനോട് അവിടെ വെച്ച് തന്നെ നന്ദി പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ടിക്കറ്റിൻ്റെ ക്യാഷ് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെയും കാശ് വേണമായിരുന്നു. ഞാനപ്പോൾ ഒരു ലോൺ വയ്ക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ 4 ലക്ഷം രൂപ തരാം. ഒന്നുമില്ലാണ്ട് തന്നെ അവൾ എനിക്ക് 4 ലക്ഷം രൂപ എനിക്ക് തന്നു. അതെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് നടന്നിരുന്നത്. ബാക്കിയുള്ള പണവും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന് സഹായിച്ചു. അങ്ങനെ എല്ലാ പണവും എനിക്ക് കൊടുക്കാൻ സാധിച്ചു.
ഇതെല്ലാം എനിക്ക് സമയ ചുരുക്കത്തിലാണ് ലഭിക്കുന്നത്. പിന്നെ ഇന്നലെ ചൊവ്വാഴ്ച 7-ാം തീയതി 2:30 മണിക്കാണ് എനിക്ക് എൻ്റെ പാസ്പോർട്ടും എൻ്റെ ടിക്കറ്റും ലഭിക്കുന്നത്. എൻ്റെ മെഴുതിരിയിൽ കാണിച്ച 7 എന്ന സംഖ്യ എനിക്കപ്പോൾ മനസ്സിലായി. പിന്നെ ഈ ശനിയാഴ്ച 7:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ അപ്പോൾ ഇറ്റലിക്ക് പോവാണ്. എൻ്റെ കൂടെ വെച്ച എല്ലാവർക്കും റിജക്ഷനാണ്. എനിക്ക് മാത്രമാണ് എനിക്ക് അമ്മ വിസ തന്നത്. മാതാവിന് ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊടുക്കാറ്. അവിടെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ പുത്തൻവേലിക്കര ഒരു അസീസി എന്ന സ്ഥലത്ത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള അമ്മമ്മമാരെ പോയിട്ട് അവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനും സാധിച്ചു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്താണ് അവിടെ പോയിരുന്നത്. കാരണം അവർ ആകെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ അത് നന്നായിട്ട് എൻ്റെ മക്കളെ ചെയ്യുന്ന പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവായിരുന്നു. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കായിരുന്നു. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു. ഇനിയും മരണം വരെ ഉടമ്പടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 6-ാം വാക്യം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡിബിയ അമ്പഴക്കാട് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണവും കരുതലും ഡിബയുടെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളത് തന്നെ. അത് ഇറ്റലിയിലേക്ക് പോകുവാനൊക്കെ ഉണ്ടായ സാഹചര്യവും അതേ തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ലാംഗ്വേജിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും അവർ സംസാരിക്കുമ്പോഴാണെങ്കിലും ലാംഗ്വേജിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള പരിശുദ്ധ അമ്മയിലുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഇവർ ഇൻഫർമേഷൻ തരുമ്പോൾ അത് മെയിലൂടെ മാത്രമായിരിക്കണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മ അത് സാധിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ മകളുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മകളുടെ വാക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പണത്തിൻ്റെതായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തൻ്റെ കയ്യിലൊന്നുമില്ല, പരിശുദ്ധ അമ്മ തന്നെ വേണം വഴികൾ കാട്ടിത്തരണമെന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയിലൂടെയും അപ്പച്ചനിലൂടെയും കൂട്ടുകാരുടെയൊക്കെ പരിശുദ്ധ അമ്മ ഒരു സഹായമായിട്ട് കടന്നു വരുന്നതൊക്കെ ചെയ്യുന്നത് ഉടമ്പടി ജീവിതത്തോട് കാട്ടുന്ന ഉറപ്പായ സമർപ്പണം തന്നെയാണ്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ഇറ്റലിയിലേക്ക് പോകുവാനും അതിന് വേണ്ട മാർഗങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ക്രമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. ഉടമ്പടിയിൽ ഡിബിയെ കാണിച്ച വിശ്വസ്തത തന്നെയാണ്. ഈ ഒരു വിശ്വസ്തത തന്നെ നമ്മുടെയൊക്കെ ചെയ്തുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒപ്പം ഇനി മുമ്പോട്ടുള്ള ഡിബിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനി മുമ്പോട്ട് പോകുവാൻ ഡിബി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.